അപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പതിവ് പോലെ തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു പരമ്പരയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. അതിലൊന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. ടാറ്റയുടെ പ്രതിനിധികളൊന്ന് കണ്ടില്ല എന്നല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ വ്യവസായ മന്ത്രി ചിത്രം പുറത്തേക്ക് വിട്ടല്ലോ. ഈ കണ്ട ആളുകൾ കണ്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളം പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ അത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ ഇന്റർവ്യൂവിലൂടെ വന്നപ്പോൾ അത് ആ രൂപത്തിലായിപ്പോയതാണ്. ടാറ്റയുടെ ഒരു സബ്സിഡറി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് അവരുമായിട്ട് MOU ഒപ്പുവെച്ചു, അത് നന്നായി പോകുന്നുണ്ട്, അവരുടെ ഒരു കേട്ടസി വിസിറ്റ് ആയിരുന്നു എന്ന് പറയുമെന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കേരളവും അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. സംരംഭക സമൂഹവും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. കാരണം ടാറ്റയെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടിന്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ ശ്രമിക്കില്ല എന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ടാറ്റയുടെ പ്രതിനിധിയല്ല. അതാണ് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ മലബാർ സിമന്റ്സിന് വേണ്ടി ഒപ്പുവെച്ച ആ ചിത്രവും ഞാൻ കാണിച്ചു തന്നു. അതേ CEO ആണ്. ആർസ്റ്റൺ എഞ്ചിനീയർ ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് കമ്പനി ടാറ്റയുടെ ഷെയർ ടേക്ക് ഓവർ ചെയ്തു. ടാറ്റയുടെ സബ്സിഡറിയാണ്. അവര് മലബാർ സിമന്റ്സുമായി MOU വെച്ചു. അതേ ആളാണ്. അതിന്റെ കൂടെ ഒരു മലയാളിയുണ്ട്, അവരുടെ കൂടെ ഇവിടെ സഹായിയായി നിൽക്കുന്നത്. അവരാണ് വ്യവസായ മന്ത്രിയെ കാണാൻ പോയി. ഞാൻ മനസ്സിലാക്കിയത് വ്യവസായ മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയെ കൂടി കണ്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടു. അവർ ഈ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞു. നന്നായി പിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പ്രൊജക്ടിൽ ഒരു തടസ്സവും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതിൽ MOU ഒപ്പുവെച്ചു. MOU ഒപ്പുവെച്ചതിന് ശേഷം ഗവൺമെന്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ സർക്കാർ ഉത്തരവിറക്കി. അതും ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിരുന്നു. അത് കഴിഞ്ഞ് പോർട്ട് ട്രസ്റ്റ് ഈ ലാൻഡിനേക്കാളും കുറെ കൂടി നല്ല ലാൻഡ് ഇവർ കണ്ടിരുന്നത് കായലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലാൻഡായിരിക്കും. ആ ലാൻഡ് വേണമെന്നുള്ള പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനുമായി എന്റെ ചേംബറിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അംഗീകരിച്ചു. ആ ഉത്തരവും ഫെബ്രുവരിയിൽ ഇറങ്ങി. 27 ഫെബ്രുവരിയിൽ ഇറങ്ങി. 19 തീയതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെന്റ് ഉത്തരവിറങ്ങി. ആകെ ചെയ്യേണ്ടത് ഇത് വെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം. പക്ഷെ അത് സാധാരണ നടപടിക്രമമായതുകൊണ്ട് ഞാൻ കൊച്ചിയിലെ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയാൽ ഐലൻഡിൽ ഈ സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയിൽ നിന്ന്, അതാണ് മുഖ്യമന്ത്രിയായി പറയുന്നത്. അതിങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ മേഖലയിൽ നിന്നാണ്. പക്ഷെ ആ 3 വാചകങ്ങളാണ്. ഒന്ന്, ടാറ്റ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ദി ലാൻഡ്, 10,000 crores ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് അദ്ദേഹത്തിന് 3 വാചകവും കണ്ടിന്യൂറ്റിയാണ്. വേറൊരു ആശയക്കുഴപ്പമുള്ള ഒരു വാചകം അതിനകത്ത് കയറിയിട്ടില്ല. അപ്പൊ അത് അന്ന് അങ്ങനെ പറഞ്ഞു പോയപ്പോ സ്വാഭാവികമായി വന്നതാണ്. ഇതാണ് കാര്യം. ടാറ്റയെ ഉൾപ്പെടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ശ്രമം തുടരുമെന്ന് പറഞ്ഞാൽ നാടിന്റെ പൊതു താല്പര്യമായി. അതിനു പകരം വീണ്ടും ഈ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നുണകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അത്ര ചേരുമ നടപടിയല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. 2, വഖഫുമായി പറഞ്ഞ എല്ലാം നുണയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എങ്ങനെയാ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റൂ? ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തള്ളിയല്ലോ, ബൈൻഡിംഗ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കേസാ സുപ്രീം കോടതി തള്ളിയേക്കണേ? സുപ്രീം കോടതി സ്റ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇത് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാൻ പോവല്ലേ? ഡേറ്റ് ഇട്ടിട്ട് പോലുമില്ല. കേരളം അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് അതിൽ കക്ഷിയാകാൻ വേണ്ടി നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളം നൽകിയതിനകത്ത് 12ാമത്തെ പാരഗ്രാഫ് ക്രിസ്റ്റലി ക്ലിയർ ആണ്. അതിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു. വഖഫ് എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് അവിടെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. 2, ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്. മൌലികാവകാശങ്ങൾ വിരുദ്ധമാണ്. 3, ഈ 14 വെച്ച് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയുമാകാം ഈ ബോർഡിനകത്ത്. ഇത് പൊസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരളം. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോ എവിടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഓഫീസ് ഒന്നും നോക്കുന്നില്ലേ? ഈ കേസ് ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഗൌരവമായ പ്രശ്നമാണ്. 2, അദ്ദേഹം പറഞ്ഞത് എന്താ?
രണ്ടാമത്തേത്, ഇത് പറഞ്ഞിട്ട് ഒന്ന് കടത്തി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വർഗീയത പ്രചരിപ്പിക്കുന്നു. മുസ്ലിം വിശ്വാസം അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ പാടുള്ളൂ എന്ന നിലപാട് BJP, ഇതര രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് ഇപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുമ്പോൾ BJPയുടെ വക്താവായിട്ട് ശ്രീ VD സതീശൻ പറയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്നു. എനിക്കൊന്ന് KC വേണുഗോപാൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പാർലമെന്റിൽ ശക്തമായിട്ട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസിന്റെ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിച്ചത്. വഖഫ് ബോർഡിനകത്ത് ഇതര മുസ്ലിം ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാട് വർഗീയമാണ് എന്ന് പറഞ്ഞാൽ, ഉൾപ്പെടുത്തരുത് എന്ന നിലപാട് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? രാഹുൽ ഗാന്ധിയും ഇവരെല്ലാം നയിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെയാണോ അദ്ദേഹം നിൽക്കുന്നത്? അത് BJPയുടെ വാദമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്തൊന്ന് നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് പിണറായി ഗവൺമെന്റ്, അവരാണത് നോട്ടിഫൈ ചെയ്തത്. അപ്പൊ തമിഴ്നാടിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ നോക്കിയായിരുന്നു. തമിഴ്നാട് നോട്ടിഫിക്കേഷൻ 28/11/2025. 2025 നവംബർ 28 തമിഴ്നാട് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ, ദ ഗവൺമെന്റ് ഹാവ് ദെയർഫോർ ഡിസൈഡഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ തമിഴ്നാട് വഖഫ് ബോർഡ് ബൈ അപ്പോയിന്റിംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് ആസ് മെമ്പേഴ്സ്. ഇത് വരുന്നത് നവംബർ 2025 നവംബർ 28. ഏറ്റവും കുറഞ്ഞത് ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, മുസ്ലിം ലീഗ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ തിരു കെ നവസാനി MP, അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രധാനമായി നയിക്കുന്നത് ലീഗിന്റെ ആളുകൾ കൂടി ഉള്ളതാണ് തമിഴ്നാടിന്റെ ബോർഡ്. ആ തമിഴ്നാടിന്റെ ബോർഡ് DMK ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കൂ. കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് 2026 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണോ 2025 നവംബർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വരുന്നത്? ഇതെല്ലാം ഇപ്പൊ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞ് വാചക കസർത്ത് കൊണ്ടും ശരീരഭാഷ കൊണ്ടും നിൽക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാണ്, പഴയ പ്രതിപക്ഷ നേതാവല്ല. വസ്തുതകൾ ആധികാരികം ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനെ പൊസിഷൻ. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം സ്റ്റേ ഇല്ല, അതുകൊണ്ട് BJP ഗവൺമെന്റുകൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ അതിന് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നു, ഞങ്ങളുടെ നിലപാട് ഇപ്പൊ മാറി എന്ന് പറയാലോ. ഇതിൽ അദ്ദേഹം പിന്നെ പറഞ്ഞെന്താ, അവരെഴുതി വെച്ചിട്ടുണ്ട് 2 നോൺ മുസ്ലിമുകളെ പിന്നെ ഉൾപ്പെടുത്തും, 2 3 തവണ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ എന്താ എഴുതി വെച്ചത്, അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. ദ അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members. റിമൈനിങ് 2 members ബാർ കൌൺസിൽ അമുസ്ലിമാണോ? അല്ലല്ലോ. ഇതിനകത്തും ഇന്ന് 2 മുസ്ലിം ഇതര വേണമെന്ന് നിയമം പറയുന്നുണ്ട്. നമ്മൾ 2 പേരെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു. അത് എവിടെയെങ്കിലും നോൺ മുസ്ലിം എന്ന പരാമർശം ഈ നോട്ടിഫിക്കേഷനകത്തുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ നേരത്തെയുള്ള ഗവൺമെന്റ് തുടർച്ചയാണല്ലോ. ആ ഗവൺമെന്റ് ഓർഡർ നിൽക്കല്ലേ, വിജ്ഞാപനം നിൽക്കല്ലേ. ഇത് സാധാരണ പൗരൻ പോലാകേണ്ട ഏതൊരാൾക്കും ലോകത്ത് കിട്ടാവുന്നൊരു ഡോക്യുമെന്റ് നിൽക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഘടകവിരുദ്ധമായിട്ട് ആധികാരികമെന്ന മട്ടിൽ നുണകൾ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വിളമ്പാൻ കഴിയുന്നു? അതല്ലേ ഇതിനകത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ കേസ് തള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, കേസ് ഡിസ്മിസ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്, വായിക്കണ്ടേ? അദ്ദേഹം നന്നായി വായിക്കുന്ന ആളാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും അദ്ദേഹം തന്നെ പറയാറുണ്ട്. 4ാമത്തെ പാരഗ്രാഫ്, ടേക്കിംഗ് നോട്ട് ഓഫ് ഓൾ ദ എബോവ് ഫാക്ട്സ് ആൻഡ് ഇൻഫെർമിറ്റീസ് ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പലവണ വായിച്ചിട്ടുള്ളതാണ്. ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 ഓഫ് ദ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995. ഇൻ ദ എബോവ് സർക്കംസ്റ്റൻസസ് എന്നുവെച്ചാൽ ഈ കേസിൽ 4 കക്ഷികളും ആവശ്യപ്പെടുന്നത് ഈ 14ാമത്തെ വകുപ്പ് അനുസരിച്ചുള്ള പ്രാതിനിധ്യം ഈ ബോർഡിലില്ല എന്നതാണ്. BJPയുടെ നേതാവ് ഉൾപ്പെടെയും മറ്റ് കേസുകളിലും ആവശ്യപ്പെടുന്നത് എന്താ, 14ാമത്തെ സെക്ഷൻ അനുസരിച്ച് വകുപ്പ് അനുസരിച്ചിട്ടല്ല ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ കേസിന് എന്താ ആവശ്യം? ഇൻ ദ എബോവ് സർക്കംസ്റ്റൻസസ് ഞങ്ങൾ ഇത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചതുകൊണ്ട് ഈ മോർ പറഞ്ഞ കാരണങ്ങൾ, റിറ്റ് പെറ്റീഷൻ ഡിവോയ്ഡ് ഓഫ് എനി മെറിറ്റ്സ്
പിന്നെ മെറിറ്റില്ല. നിങ്ങൾ കോടതിയിൽ പോയിട്ട് ആവശ്യപ്പെടുന്ന കാര്യം മുഴുവൻ പ്രതിഭാഗം പറയും ഞങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് പറയാണ് ഞങ്ങളത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു, പിന്നെ കേസ് എവിടെ നിൽക്കും? കോടതി തന്നെ പറയില്ല ഇനി എന്തിനു സമയം കളയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ എന്താ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം 2 മുസ്ലിം ഇതരർ വേണം, വേറെ ചില അനുബന്ധ ആവശ്യങ്ങളുണ്ട് വേറെ കേസുകളിൽ. ഇതെല്ലാം വരുന്നത് അനുബന്ധ ആവശ്യം വരുന്നത് ഈ ആവശ്യം വരുന്നത് 14 അനുസരിച്ച് പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം. ഗവൺമെന്റ് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോടതിയുടെ ലൈവ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് പറയുന്നുണ്ട് നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. പിന്നെ കേസ് 2 ചായ അങ്ങോട്ട് ഗവൺമെന്റിന് വാങ്ങിച്ചു കൊടുത്ത് പ്രതികൾ പോകാമെന്നല്ലാതെ പിന്നെ വക്കീലിന് കാശ് കൊടുക്കാൻ ആരെങ്കിലും നിൽക്കുമോ? എന്നിട്ട് എങ്ങനെ ഞങ്ങൾ കേസ് തള്ളാൻ പറഞ്ഞു. കേസ് തള്ളാൻ പറയാം. എങ്ങനെ? ഇത് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ട് 2 പേരെ വയ്ക്കാതിരുന്നത്? ആളെ കിട്ടാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അപ്പൊ ഏതോ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ആരാണെന്നറിയില്ല, തമിഴ്നാടിന്റെ കേസ്. അത് എൻറ്റയർലി ഡിഫറൻസ്. ഏത് ഡിഫറൻസ്? എന്നിട്ട് അദ്ദേഹം നോൺ മുസ്ലിമാണ്. അപ്പൊ ആ നോൺ മുസ്ലിമിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ആ നോൺ മുസ്ലിമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തമിഴ്നാടിന്റെ നേരത്തെ ഗവൺമെന്റ് സ്റ്റാൻഡാണോ? നിങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പാർട്ടി കൂടി ഉൾക്കൊള്ളുന്ന വഖഫ് ബോർഡ് അവിടെ നിയമിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ. ശരിക്കും പറയേണ്ടി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത് ഇത്രയും ഗൌരവമായ പ്രശ്നങ്ങൾ കേരളം ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. അതുവരെ ഈ സ്ഥിതി തുടരാൻ അനുവദിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം 22ാമത്തെ വകുപ്പ് വളരെ റിലവന്റ് ആണ്. ബോർഡിനുള്ള വേക്കൻസി ഉണ്ടായാലോ, ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡിഫക്റ്റ് ഉണ്ടായാലോ ആ ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനവും അസാധുവാവില്ല. ഇതാണ് 22ാം വകുപ്പ്.